ഹായ് നമസ്കാരം, എല്ലാവർക്കും റൈറ്റേഴ്സ് IASന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് HSS സോഷ്യൽ സയൻസിൽ എക്കണോമിക്സ് ഭാഗത്ത് നിന്നുള്ളൊരു ടോപ്പിക്കാണ് തിയറി ഓഫ് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ്. ഈ തിയറി എന്ന് പറയുന്നത് നമ്മളുടെ ഇൻ്റർനാഷണൽ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇൻ്റർനാഷണൽ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട തിയറിയാണ് തിയറി ഓഫ് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ്. എക്സാമിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് വരാം. ആദ്യമായിട്ട് ഇതിൻ്റെ കുറച്ച് ഇൻട്രൊഡക്ടറി പാർട്ട് നമുക്ക് നോക്കാം. തിയറി ഓഫ് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ്. ഈ തിയറി ആരാണ് രൂപീകരിച്ചത്? സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവായ ആദം സ്മിത്ത് ആണ്, അല്ലേ? നമുക്കറിയാം, ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവായിട്ടുള്ള ആദം സ്മിത്ത് ആണ് തിയറി ഓഫ് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ സമ്പൂർണ്ണ ചെലവ് സിദ്ധാന്തം, മലയാളത്തിൽ സമ്പൂർണ്ണ ചെലവ് സിദ്ധാന്തം രൂപീകരിക്കുന്നത്. ഇനി അദ്ദേഹം ഈ തിയറി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു പുസ്തകമുണ്ട്, 1776 റിലീസ് ചെയ്ത ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ബുക്കിലൂടെയാണ് അദ്ദേഹം ഈ തിയറി ഓഫ് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്കിനി ആ തിയറി ഓഫ് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജിൻ്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഈ സിദ്ധാന്തം പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ഒരു രാജ്യം മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് കേവലമായ ചെലവ് നേട്ടങ്ങളോടെ പ്രത്യേകതയുള്ള ചരക്കുകൾ ഉൽപ്പാദിപ്പിക്കുകയും കയറ്റുമതി ചെയ്യുകയും വേണം എന്നാണ് ഈ തിയറി പറയുന്നത്. പെട്ടെന്ന് കേട്ടപ്പം നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായി, ഒന്നും മനസ്സിലായില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം നമുക്ക് ഈ ഡെഫിനിഷൻ മനസ്സിലാക്കുന്നതിന് മുമ്പ് ആദ്യം അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കണം. അപ്പം നമുക്ക് അതിലേക്കൊന്ന് പോവാം. ഉദാഹരണത്തിന് നമുക്ക് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് രാജ്യങ്ങളെ പരിഗണിക്കാം. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയും മറ്റൊന്ന് സൗദി അറേബ്യയും. രണ്ട് രാജ്യങ്ങളും. ഈ രണ്ട് രാജ്യങ്ങളും ഒരേ പ്രൊഡക്റ്റ് നിർമ്മിക്കാമെന്ന് വിചാരിച്ചു. ഓയിൽ എക്സ്പ്ലോറേഷൻ നടത്തുകയാണ്. രണ്ട് രാജ്യങ്ങളും ഓയിൽ പ്രൊഡക്ഷൻ നടത്തുകയാണ്. രണ്ട് രാജ്യങ്ങളും ചെയ്യാൻ പോവാണ്. അപ്പം നിങ്ങൾ നോക്കിക്കേ, ഇതിനകത്ത് ഇന്ത്യക്കാണോ അല്ലെങ്കിൽ സൗദി അറേബ്യക്കാണോ ഏറ്റവും ചെലവ് കുറച്ച് ചെലവ് നേട്ടങ്ങളോടെ എഫക്റ്റീവായിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ നടക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് പെട്ടെന്ന് ആലോചിച്ച് തന്നെ നമുക്ക് ഉത്തരം കിട്ടും. സൗദി അറേബ്യയാണ് ഏറ്റവും ചെലവ് കുറച്ച് ഓയിൽ എക്സ്പ്ലോറേഷൻ നടക്കുന്നത്. കാരണം എന്താ? സൗദി അറേബ്യയിൽ വളരെ വിശാലമായ എണ്ണപ്പാടങ്ങളും അതിൻ്റെ വിഭവങ്ങളും ഉണ്ട്, നാച്ചുറൽ സോഴ്സസും അവൈലബിൾ ആണ്. സോ സൗദി അറേബ്യയ്ക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെലവ് നേട്ടങ്ങളോടെ ഓയിൽ എക്സ്പ്ലോറേഷൻ നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് പറയാൻ പറ്റും, ഈ രണ്ട് രാജ്യങ്ങളും താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ്, ഓയിൽ പ്രൊഡക്ഷനിൽ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ചെലവിനകത്ത് ചെലവ് നേട്ടം ഏറ്റവും കൂടുതലുള്ളത് ഏത് രാജ്യത്തിനാണ്? സൗദി അറേബ്യക്കാണ് നമുക്ക് കാണാൻ പറ്റും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പം അതാണ് കോസ്റ്റ് അഡ്വാൻറ്റേജ്. ഏത് രാജ്യത്തിനാണോ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഒരു പ്രൊഡക്റ്റ് വളരെ ചെലവ് കുറച്ച് വളരെ വലിയ ചെലവ് നേട്ടങ്ങളോടെ നിർമ്മിക്കാൻ കഴിയുന്നത്, ആ രാജ്യത്തിന് ആ പ്രൊഡക്റ്റിൽ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറയാം. ഇപ്പം ഇവിടെ ഓയിൽ പ്രൊഡക്ഷനിൽ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് ഏത് രാജ്യത്തിനാണ്? സൗദി അറേബ്യക്കാണ്. മറ്റൊരു പ്രൊഡക്റ്റ് നമുക്ക് നോക്കാം, അതായത് കോട്ടൺ. കോട്ടൺ പ്രൊഡക്റ്റ് നോക്കിക്കേ. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ വളരെ വിശാലമായ പരുത്തി കൃഷിയുണ്ട്. അതേസമയം സൗദി അറേബ്യയിൽ ആ പരുത്തി കൃഷി കുറവാണ്, അല്ലെങ്കിൽ ഇല്ല എന്ന് നമുക്ക് പറയാം. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ഇന്ത്യക്കാണോ സൗദി അറേബ്യക്കാണോ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഇന്ത്യക്കല്ലേ. കാരണം ഇന്ത്യയിലല്ലേ ഏറ്റവും കൂടുതൽ റിസോഴ്സ് ഉള്ളത്. അപ്പം നമുക്ക് പറയാൻ പറ്റും, കോട്ടൺ പ്രൊഡക്ഷനിൽ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് ആർക്കാണ്? ഇന്ത്യക്കാണ്. ഇപ്പം മനസ്സിലാവുന്നുണ്ടോ? അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് സിദ്ധാന്തത്തിലേക്ക് വരാം. സമ്പൂർണ്ണ ചെലവ് സിദ്ധാന്തം പറയുന്നത്, ഒരു രാഷ്ട്രം മറ്റ് രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് കേവലമായ ചെലവ് നേട്ടങ്ങളോടെ, അതായത് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജോടെ പ്രത്യേകതയുള്ള ചരക്കുകൾ ഉൽപ്പാദിപ്പിക്കുകയും കയറ്റുമതി ചെയ്യുകയും വേണം. അതായത് ഇവിടെ ഇന്ത്യക്ക് കോട്ടണിലാണ് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് എങ്കിൽ ഇന്ത്യ കോട്ടണിൽ സ്പെഷ്യലൈസ് ചെയ്ത് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ബെറ്റർ കോട്ടൺ ഉണ്ടാക്കി മറ്റ് രാജ്യങ്ങൾക്ക് കൊടുക്കണം. ഇപ്പം ഇവിടെ സൗദി അറേബ്യക്ക് ഓയിൽ പ്രൊഡക്ഷനിൽ കോസ്റ്റ് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ സൗദി അറേബ്യ സ്പെഷ്യലൈസ് ചെയ്തിട്ട് ആ പ്രൊഡക്റ്റ് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യണം. ഇതാണ് തിയറി ഓഫ് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? നമുക്ക് ബാക്കിയിലേക്ക് പോവാം. അതുപോലെ തന്നെ ഒരു രാജ്യത്തിന് മറ്റ് രാജ്യങ്ങളിലേക്ക് എത്തിക്കാൻ
കുറഞ്ഞ ചെലവിൽ പ്രത്യേകതകളുള്ള കൂടുതൽ ചരക്കുകൾ നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ സമ്പൂർണ്ണ നേട്ടമുണ്ടാകുമെന്നും ഈ സിദ്ധാന്തം പറയുന്നു. ഇപ്പം നമുക്ക് ഇന്ത്യക്ക് ഏറ്റവും ചെലവ് കുറച്ച് കോട്ടൺ നിർമ്മിക്കാൻ പറ്റും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണം. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കോട്ടൺ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ കയറ്റുമതി ചെയ്യണം. അപ്പം നമുക്ക് എന്ത് ചെയ്യും? അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. ഓക്കെ, അതാണ് ഈ സിദ്ധാന്തം പറയുന്നത്. അതുപോലെ തന്നെ ഉൽപാദനക്ഷമതാ വൈവിധ്യങ്ങൾ വ്യാപാരത്തിൽ നിന്നുള്ള നേട്ടങ്ങളിലേക്ക് എങ്ങനെ നയിക്കുമെന്ന് സമ്പൂർണ്ണ നേട്ട സിദ്ധാന്തം വിവരിക്കുന്നു. ഓക്കെ, നമ്മൾ പ്രൊഡക്ടിവിറ്റിയിൽ ഉണ്ടാക്കുന്ന മാറ്റം, നമ്മൾ പ്രൊഡക്ടിവിറ്റിയിൽ എത്രത്തോളം നമ്മൾ വൈവിധ്യം കൊണ്ടുവരുന്നു, അത് വ്യാപാരത്തിനെ പോസിറ്റീവായിട്ട് ബാധിക്കും എന്നാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. ഓക്കെ, മറ്റൊരു പോയിന്റ് കൂടി പറയുന്നുണ്ട്. ഈ രാജ്യങ്ങൾ തമ്മിൽ വ്യാപാരത്തിൽ വിലക്കുകളോ നിയന്ത്രണങ്ങളോ ഉണ്ടാകാൻ പാടില്ലെന്നും ആദം സ്മിത്ത് ഇത് പറയുന്നുണ്ട്. അതായത് ഈ ഇന്റർനാഷണൽ ട്രേഡിനകത്ത് നമുക്ക് ഈ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. കാരണം ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ എന്തുണ്ടാകാൻ പാടില്ല? വ്യാപാരത്തിൽ വിലക്കുകൾ ഉണ്ടാകാൻ പാടില്ല, വ്യാപാരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഇപ്പം വ്യാപാരത്തിലെ വിലക്കുകൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ചില രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തും, അവർ തമ്മിൽ ട്രേഡ് ചെയ്യത്തില്ല. ചില രാജ്യങ്ങൾ എന്ത് ചെയ്യും? ഇറക്കുമതി തീരുവ കൂട്ടും. ഓക്കെ, അങ്ങനെ സാഹചര്യത്തിൽ നമുക്ക് ഈ തിയറി അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ട്? ചിലർ കോട്ട, അതായത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കോട്ട നിശ്ചയിക്കും. കോട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന വസ്തുക്കളുടെ അളവ്, അതിനൊരു നിയന്ത്രണം വെക്കും. ഇത്ര അളവ് സാധനങ്ങൾ മാത്രമേ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന് നിയന്ത്രണം വെക്കും. അങ്ങനെ ഇത്തരം നിയന്ത്രണങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തിയറി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഈ തിയറി എന്താ പറയുന്നത്? ഒരു ഫ്രീ ട്രേഡാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലാതെ ട്രേഡ് ചെയ്യണമെന്നാണ് എന്ത് പറയുന്നത്? ഈ തിയറി പറയുന്നത്. ക്ലിയർ? നമുക്കിതിൻ്റെ ബെനിഫിറ്റ്സ് നോക്കാം. ഈ തിയറി നമ്മൾ ഇന്റർനാഷണൽ ട്രേഡിനകത്ത് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവും നോക്കാം. ഓക്കെ, ഒന്നാമത്തെന്ന് വെച്ചാൽ ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ, അതായത് പ്രൊഡക്ഷൻ നമുക്ക് ക്രമാതീതമായിട്ട് ഉയരും. ഓക്കെ, നമുക്ക് നോക്കാം അതിൻ്റെ എക്സ്പ്ലനേഷൻ. കൺട്രീസ് ക്യാൻ പ്രൊഡ്യൂസ് മോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ സ്പെഷ്യലൈസിംഗ് ഇൻ ദെയർ ഏരിയാസ് ഓഫ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ലീഡിംഗ് ടു ഗ്രേറ്റർ ഓവറോൾ ഔട്ട്പുട്ട് കമ്പയർഡ് ടു ഇഫ് ദേ ട്രൈ ടു പ്രൊഡ്യൂസ് എവറിത്തിങ് ദംസെൽവ്സ്. അതായത് ഇത്രയേ പറയുന്നുള്ളൂ. ഇപ്പം ഏത് പ്രൊഡക്റ്റിനാണോ നമുക്ക് ചെലവ് നേട്ടം കിട്ടുന്നത്, അതായത് ഏത് പ്രൊഡക്റ്റാണ് നമുക്ക് ചെലവ് കുറച്ച് ചെയ്യാൻ പറ്റുന്നത് ഉള്ളത്, ആ പ്രൊഡക്റ്റ് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അത് സാധനമായിക്കോട്ടെ സേവനമായിക്കോട്ടെ, നമുക്ക് ചെലവ് നേട്ടം ഉണ്ടെങ്കിൽ നമ്മളത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? കൂടുതൽ ഔട്ട്പുട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, മറ്റ് പ്രൊഡക്റ്റുകളെ അപേക്ഷിച്ച് നമുക്ക് കൂടുതൽ ഔട്ട്പുട്ടിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. കാരണം എന്താ? അതിൻ്റെ വിഭവങ്ങൾ അവൈലബിൾ ആണ്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. ഇപ്പം ഞാൻ സൗദി അറേബ്യയെ കുറിച്ച് പറയുമ്പോൾ സൗദി അറേബ്യയിൽ ഓയിൽ എക്സ്പ്ലോറേഷൻ എന്താ? അവിടെ ഓയിലിൻ്റെ റിസോഴ്സസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇഷ്ടം പോലെ ഓയിൽ പ്രൊഡക്ഷൻ നടക്കും അവർക്ക്. പക്ഷെ അവരെ സംബന്ധിച്ച് കോട്ടൺ പറ്റുമോ? കാരണം എന്താ? കോട്ടൺ ഇറക്കുമതി ചെയ്തിട്ട് വേണം കോട്ടൺ ടെക്സ്റ്റൈൽസ് ഉണ്ടാക്കാൻ. അപ്പം ഈ രണ്ട് പ്രൊഡക്റ്റ് നോക്കുമ്പോൾ ഏതിനകത്തായിരിക്കും പ്രൊഡക്ഷൻ കൂടുന്നത്? ഇൻക്രീസ് പ്രൊഡക്ഷൻ ഉണ്ടാകുന്നതിനകത്താണ്. അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ളതിനകത്താണ്. അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് ഉള്ളതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ഏറ്റവും കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും മറ്റ് പ്രൊഡക്റ്റുകളെ അപേക്ഷിച്ച്. ഓക്കെ, അടുത്ത് നോക്കാം. ഹയർ പ്രൊഡക്ടിവിറ്റി ആൻഡ് എഫിഷ്യൻസി. സ്പെഷ്യലൈസേഷൻ അലൗസ് കൺട്രീസ് ടു ഫോക്കസ് ഓൺ ദ റിസോഴ്സസ് ഓൺ വാട്ട് ദേ ഡു ബെസ്റ്റ്, റിസൾട്ടിങ് ഇൻ മോർ എഫിഷ്യൻറ്റ് പ്രൊഡക്ഷൻ അറ്റ് ലോവർ കോസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ ഈ റിസോഴ്സസ് എല്ലാം അവൈലബിൾ ആവുന്ന സ്ഥിതിക്ക്, അല്ലെങ്കിൽ ചിലവ് കുറവാണ്, ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ ചിലവ് കുറവാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്യാം. ആ പ്രൊഡക്റ്റിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ബെറ്റർ ക്വാളിറ്റി പ്രൊഡക്റ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. വളരെ ചിലവ് കുറച്ച് ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അങ്ങനെ എന്ത് ഉയരുന്നു? ഹയർ പ്രൊഡക്ടിവിറ്റി ആൻഡ് എഫിഷ്യൻസി. എഫിഷ്യൻറ്റ് പ്രൊഡക്റ്റുകൾ ധാരാളം നമുക്ക് നിർമ്മിക്കാൻ കഴിയുന്നുണ്ട്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എക്കണോമിക് ഗ്രോത്ത്. നമുക്ക് സാമ്പത്തിക വളർച്ച ഉണ്ടാവുന്നുണ്ട്. ദ ഗെയിൻസ് ഫ്രം ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ആൻഡ് എഫിഷ്യൻസി ക്യാൻ ലീഡ് ടു എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഹയർ ഇൻകം ഫോർ ദ കൺട്രീസ് ഇൻവോൾവ് ഇൻ ദിസ് ട്രേഡ്. ഇപ്പം നമുക്കൊരു പ്രൊഡക്റ്റ് ഏറ്റവും ചിലവ് കുറച്ച് നിർമ്മിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ധാരാളം ഉൽപ്പാദിപ്പിക്കും. അതോടൊപ്പം തന്നെ എഫിഷ്യൻറ്റ് പ്രൊഡക്റ്റ് ഉണ്ടാക്കും. അപ്പം നമ്മൾ ഏറ്റവും ചിലവ് കുറച്ച് ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും, ഇല്ലേ? നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന വഴി എന്ത് വരുന്നു? നമ്മുടെ രാജ്യത്തേക്ക് വരുമാനം വരുന്നു, നമ്മുടെ രാജ്യത്തേക്ക് ഡോളറുകൾ വരുന്നു, ഇല്ലേ? നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്കും കാരണമാകുന്നുണ്ട്.
നമ്മൾ ഈ തിയറി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ബെനിഫിറ്റ് ഉണ്ടെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അടുത്ത ഇംപ്രൂവ്ഡ് ലിവിങ് സ്റ്റാൻഡേർഡ്സ്. കൺസ്യൂമേഴ്സ് ബെനിഫിറ്റ് ഫ്രം ആക്സസ് ടു എ വൈഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പൊട്ടൻഷ്യലി അറ്റ് ലോവർ പ്രൈസസ് വിച്ച് ക്യാൻ ഇംപ്രൂവ് ദെയർ ഓവറോൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അപ്പം ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ചിലവ് കുറച്ച് പ്രൊഡക്റ്റ് അവൈലബിൾ ആയി കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സിന് ഈ ചിലവ് കുറഞ്ഞ് ഏറ്റവും വിലക്കുറവിൽ ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് അവൈലബിൾ ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കുന്നു? അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ് വർദ്ധിക്കുന്നു. ഇപ്പം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, ഇപ്പം നമ്മളൊരു സർവീസിനെ കുറിച്ച് പറയാം, ഞാൻ ഇതൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. അപ്പം ഇപ്പം നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്ക് നമ്മൾ ധാരാളം കുട്ടികൾ പഠിക്കാൻ വേണ്ടി പോകാറുണ്ട് ഇല്ലേ. വിദേശത്ത് പല യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയിട്ട് പഠിക്കാറുണ്ട് ഇല്ലേ. സ്റ്റഡി എബ്രോഡ് എന്നൊക്കെ കാണാൻ പറ്റും. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു കമ്പാരിറ്റീവ്ലി വളരെ കുറഞ്ഞ ചിലവിൽ ഒരു ബെസ്റ്റ് കോഴ്സ് വേറൊരു രാജ്യത്ത് ഓഫർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ രാജ്യത്ത് നിന്ന് കുറേ ആളുകൾ അവിടെ പോയി പഠിക്കുന്നു. അപ്പോൾ അവർക്ക് എന്താ പറ്റുന്നത്? അവർക്ക് ഒരു നല്ലൊരു ബെസ്റ്റ് സർവീസ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ അവർക്ക് പഠിക്കാൻ പറ്റുന്നു. സോ അതുവഴി അവർക്ക് എന്ത് കിട്ടുന്നു? അവർക്ക് അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ഉയരുകയാണ് ചെയ്യുന്നത്. അതാ പറയുന്നത് ഇംപ്രൂവ്ഡ് ലിവിങ് സ്റ്റാൻഡേർഡ്. അടുത്ത റെഡ്യൂസ്ഡ് വേസ്റ്റ് ഓഫ് റിസോഴ്സസ്. By not producing goods where they have a disadvantage, countries avoid wasting their productive resources in inefficient endeavors. അതായത് അതുപോലെ തന്നെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ചിലവ് കുറവായിട്ടുള്ള നമുക്ക് റിസോഴ്സസ് ഒരുപാട് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചിലവ് കുറച്ച് പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്നത് വഴി മറ്റ് പ്രൊഡക്റ്റ് ഉണ്ടാക്കി നമ്മളുടെ റിസോഴ്സസ് വേസ്റ്റ് ചെയ്യുന്നതും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഇത്രയാണ് കീ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. Okay, increased production, higher productivity and efficiency, economic growth, then improved living standards, reduced waste of resources. ഇത്രയാണ് നമ്മൾ ഈ തിയറി അപ്ലൈ ചെയ്താൽ ഒരു രാജ്യത്തിനുണ്ടാകുന്ന നേട്ടം ഇതാണ്. ഓക്കെ, നമുക്കിതിൻ്റെ കുറേ അസംഷൻസ് നോക്കാം. ഓക്കെ, അതായത് നമ്മൾ ഈ സിദ്ധാന്തം, തിയറി ഓഫ് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ്, ആ തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ചില അസംഷൻസിൻ്റെ ബേസിലാണ്. നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. ചില അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തിയറി രൂപീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഉൽപാദന ഏകകമായി തൊഴിലാളികൾ മാത്രമാണുള്ളത്. അതായത് ചരക്കുകളുടെ ചെലവുകൾ അവയുടെ ഉൽപാദന പ്രക്രിയകൾക്ക് ആവശ്യമായ തൊഴിലാളികളുടെ ആപേക്ഷിക അളവനുസരിച്ചാണ് കണക്കാക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് നമ്മളിവിടെ പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്നത്, അതായത് നമ്മൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ്റെ ഒരു ചെലവ് നമ്മൾ കണക്കാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലാളികളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, വിഭവങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. എത്ര തൊഴിലാളികൾ ചെയ്യുന്നു. ഇപ്പം ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഒരു പ്രൊഡക്റ്റ് നമുക്ക് നിർമ്മിക്കാൻ 10 തൊഴിലാളികൾ വേണം എന്ന് കരുതുക. മറ്റൊരു പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ നമുക്ക് 15 തൊഴിലാളികൾ വേണമെന്ന് വിചാരിക്കുക. അപ്പം ഇവിടെ രണ്ടാമത്തെ പ്രൊഡക്റ്റാണ് ചെലവ് കൂടുതൽ വരുന്നത്. അപ്പം ചെലവ് നേട്ടം വരുന്നത് ഒന്നാമത്തെ പ്രൊഡക്റ്റിനാണ്. കാരണം അവിടെ 10 തൊഴിലാളികൾ ഉപയോഗിച്ചുള്ളൂ. അല്ലാതെ അവിടെ എത്ര റിസോഴ്സസ് ഉപയോഗിച്ചെന്നുള്ള കണക്കില്ല. ഓക്കെ, ഒരു പ്രൊഡക്റ്റിൻ്റെ ചെലവ് പറയുന്നത് ആ പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ എത്ര തൊഴിലാളികൾ പ്രവർത്തിച്ചു എന്നത് നോക്കിയിട്ടാണ്. അതാണ് ഈ തിയറിയുടെ അസംഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റിയെ കുറിച്ച് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ. തൊഴിലാളികളുടെ എണ്ണം വെച്ച് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും എന്നുള്ളത് നമുക്ക് പിന്നീട് പറയാം. അടുത്ത് നോക്കാം, പ്രകൃതി വിഭവങ്ങളിലേക്കോ മൂലധനത്തിലേക്കോ മെച്ചപ്പെട്ട പ്രവേശനം. അതായത് ഒരു രാജ്യം സ്വാഭാവികമായും ആ രാജ്യത്തിൻ്റെ കാലാവസ്ഥയ്ക്കും പരിസ്ഥിതിക്കും അനുകൂലമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കണം. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് പറയുന്നത്? ഒരു രാജ്യം ആ പ്രൊഡക്റ്റ് നിർമ്മിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ പരിസ്ഥിതി രാജ്യത്തിൻ്റെ കാലാവസ്ഥ എന്നിവയ്ക്ക് അനുകൂലമായ പ്രൊഡക്റ്റുകൾ നിർമ്മിക്കണം എന്നാണ് രണ്ടാമത്തെ അനുമാനം. ഓക്കെ, അടുത്തത് ചരക്കുകൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ധാരാളം പ്രകൃതി വിഭവങ്ങളുടെ സാന്നിധ്യമുള്ള രാജ്യത്തിന് ഗണ്യമായ നേട്ടം ലഭിക്കും. ഇതാണ് മൂന്നാമത്തെ അസംഷൻ. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ സൗദി അറേബ്യയിൽ ഒരുപാട് എണ്ണപ്പാടം ഉള്ളതുകൊണ്ട് അവർക്ക് എന്ത് പറ്റുന്നുണ്ട്? ഓയിൽ പ്രൊഡക്ഷൻ വളരെ ചിലവ് കുറച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രാജ്യത്തിന് നേട്ടം ഉണ്ടാവും. ഇപ്പം ഇന്ത്യയിൽ ഇരുമ്പിൻ്റെ അയിര് ധാരാളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇരുമ്പ് നിർമ്മാണത്തിൽ ഇന്ത്യക്ക് നേട്ടം കിട്ടും. അതുപോലെ തന്നെ സ്വർണത്തിൻ്റെ എന്താ പറയുക മൈനിങ് ഇന്ത്യയിൽ ധാരാളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗോൾഡ് പ്രൊഡക്ഷനിൽ നമുക്ക് എന്ത് കിട്ടും? നേട്ടം കിട്ടും. അതാണ് പറയുന്നത്.
ഓക്കെ. അതുപോലെ തൊഴിൽ വൈവിധ്യവൽക്കരണം ഉയർന്ന ഉൽപാദനത്തിലേക്ക് നയിക്കുകയും ഉൽപാദന ചെലവ് ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യും. ഉൽപാദന ചെലവ് കുറയ്ക്കുന്നത് വിശദീകരിക്കാൻ ആദം സ്മിത്ത് എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന ആശയവും ഉപയോഗിച്ചു. ഓക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിൽ വൈവിധ്യവൽക്കരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയും. അതായത് ഒരു വലിയ കോംപ്ലക്സ് ജോലിയെ, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ജോലി, വലിയൊരു ടാസ്കിനെ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്ത് പല പാർട്ടുകളാക്കിയിട്ട് അതിന് ഓരോ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ച് നമ്മൾ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു പേന നിർമ്മിക്കണം എന്ന് കരുതുക. ഒരു പേന നിർമ്മിക്കുന്ന ഒരു കമ്പനി. ഓക്കെ. അപ്പം ഒരു പേന നിർമ്മിക്കുന്നതിന് അതിന് ടാസ്കുകളുണ്ടല്ലേ. മഷി, ഇങ്ക് നിറയ്ക്കുന്ന ഒരു ജോലിയുണ്ട്, അതിൻ്റെ കവർ നിർമ്മാണമുണ്ട് ഇല്ലേ, ഇതിൻ്റെ പാക്കിംഗ് ഉണ്ട് അല്ലേ. ഇങ്ങനെ പല ടാസ്കുകളുണ്ട് ഒരു പേന നിർമ്മാണത്തിൽ. അപ്പോൾ ഇങ്കിന് ആയിട്ട് ബന്ധപ്പെട്ട ജോലി ചെയ്യാൻ അതിന് സ്പെഷ്യലൈസ് ആളെ കൊണ്ടുവരും, കവർ നിർമ്മിക്കാൻ അതിന് സ്പെഷ്യലൈസ്ഡ് ഉള്ള ആളെ കൊണ്ടുവരും, അതുപോലെ തന്നെ പാക്കേജിന് വേണ്ടിയിട്ട് അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരും. അപ്പോൾ ഓരോ രംഗത്തേക്കും വളരെ അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ നിയമിക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമ്പർ ഓഫ് പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യും അല്ലേ. ബെസ്റ്റ് പ്രൊഡക്റ്റ് കിട്ടും, അതോടൊപ്പം തന്നെ സ്പെഷ്യലൈസ്ഡ് ആൾക്കാർ, ഇങ്ങനെ അത്രയും ആൾക്കാരും ജോലി ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, പ്രൊഡക്ഷൻ കൂടും. ഓക്കെ. പ്രൊഡക്ഷൻ കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ആവറേജ് കോസ്റ്റ് കുറയും. ഓക്കെ. ആവറേജ് കോസ്റ്റ് കുറയും. അതാണ് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. എക്കണോമിക്സ് സ്കെയിൽ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, നമ്മളൊരു സാധനം ഒരെണ്ണം നിർമ്മിക്കുന്നതും 100 നിർമ്മിക്കുന്നതും തമ്മിൽ കോസ്റ്റിനകത്ത്, ആവറേജ് കോസ്റ്റിനകത്ത് വ്യത്യാസമുണ്ട്. ഒരു സാധനം നമ്മൾ നിർമ്മിക്കുമ്പോഴുള്ള കോസ്റ്റിനേക്കാൾ കുറവായിരിക്കും അത് 100 നിർമ്മിക്കുമ്പോൾ ആവറേജ് കോസ്റ്റ്. അതാണ് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പം ഇവിടെ ഉൽപാദന ചെലവ് കുറയുന്നത് എന്തിന് കാരണമാവുന്നത്, നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റ് നിർമ്മിക്കുമ്പോൾ ഉൽപാദന ചെലവ് ആവറേജ് നോക്കുമ്പോൾ കുറയും. ഓക്കെ. അതുപോലെ തന്നെ തൊഴിലാളികളെ നിയന്ത്രണങ്ങളില്ലാതെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നു. നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, അവിടെ വിലക്കുകളില്ല, റെസ്ട്രിക്ഷൻസ് ഇല്ല, ഫ്രീ ട്രേഡ് പോലെയാണ്. അപ്പോൾ എന്ത് സംഭവിക്കാം, നമുക്ക് തൊഴിലാളികളെ ആവശ്യത്തിന് ഒരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇതൊക്കെ അസംഷൻസ് ആണ് കേട്ടോ. ഇതൊക്കെ എത്രത്തോളം നമുക്ക് ഇപ്പോൾ പ്രാക്ടിക്കലാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ ഇൻ്റർനാഷണൽ ട്രേഡിൽ ഈ തിയറി അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ അസ്യൂം ചെയ്യണം. അടുത്ത പോയിന്റ് നോക്കാം. ആദം സ്മിത്തിന്റെ അഭിപ്രായത്തിൽ രാജ്യങ്ങൾക്ക് അവരുടെ തൊഴിലാളികളെ ഉപയോഗിച്ച് ചില ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ ചെലവിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതിന് കാരണം ഈ തൊഴിൽ വൈവിധ്യമാണ്, ഡിവിഷൻ ഓഫ് ലേബർ ആണ്, നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ഒരു ഡിവിഷൻ ഓഫ് ലേബർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ ചെലവ് കുറച്ച് നമുക്ക് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് ആര് പറയുന്നു, ആദം സ്മിത്ത് പറയുന്നു. ക്ലിയർ? ഇത് നമുക്ക് ഇത് എങ്ങനെ ഈ ഇൻ്റർനാഷണൽ ട്രേഡിൽ നമ്മളുടെ തിയറി ഓഫ് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. ഇവിടെ നോക്കിക്കേ, ഒരു പ്രത്യേക ഉൽപ്പന്നത്തിന് മേൽ ആ രാജ്യത്തിന് മേൽക്കൈ ലഭിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഓരോ രാജ്യത്തും അവർക്ക് കുറഞ്ഞ ചെലവിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് ഉൽപ്പാദിപ്പിക്കുകയും അവ മറ്റു രാജ്യങ്ങൾക്ക് നൽകുകയും മറ്റു രാജ്യങ്ങളിൽ നിന്ന് ചിലവ് കുറഞ്ഞതും എന്നാൽ സ്വന്തം രാജ്യത്ത് ചിലവ് കൂടിയതുമായ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യണമെന്നും പറയുന്നു. ഓക്കെ. നമുക്ക് നോക്കാം. ഇവിടെ 2 രാജ്യങ്ങളുണ്ട്, എയും ബിയും. 2 കമ്മോഡിറ്റി ഉണ്ട്, എക്സ് വൈ. ഓക്കെ. എ എന്ന് പറയുന്ന രാജ്യത്തിന് എക്സ് എന്ന് പറഞ്ഞ കമ്മോഡിറ്റി 10 ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. പക്ഷേ വൈ എന്ന് പറയുന്ന കമ്മോഡിറ്റി 5 ഉൽപ്പാദിപ്പിക്കാൻ പറ്റൂ. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന രാജ്യത്തിന് എക്സ് എന്ന് പറഞ്ഞ കമ്മോഡിറ്റി 5 ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ബിക്ക് വൈ എന്ന് പറയുന്ന കമ്മോഡിറ്റി 10 ഉൽപ്പാദിപ്പിക്കാൻ പറ്റും, ചെലവ് കുറച്ച്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, എ എന്ന് പറയുന്ന രാജ്യത്തിന് എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റി എന്താണ്, അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് ഉണ്ട്. അതുപോലെ ബി എന്ന് പറയുന്ന രാജ്യത്തിന് വൈ എന്ന് പറയുന്ന കമ്മോഡിറ്റിയിലും എന്തുണ്ട്, അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ. അതുകൊണ്ട് ബി എന്ത് ചെയ്യണം, എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റി എയിൽ നിന്ന് ഇറക്കുമതി ചെയ്യണം. അതുപോലെ വൈ എന്ന് പറയുന്ന കമ്മോഡിറ്റി എന്ത് ചെയ്യണം, എക്സ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതായത് ഇപ്പം എ എന്ന് പറയുന്നത് ബിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുക, ബിയിൽ നിന്ന് വൈ എയിലേക്കും കൊണ്ടുവരിക. അതായത് ഇപ്പം ഞാൻ മുമ്പേ ഉദാഹരണം പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഓയിലിൻ്റെ കാര്യത്തിൽ ഇന്ത്യ സൗദി അറേബ്യ. അപ്പോൾ ഓയിൽ ആർക്കാണ് ചിലവ് കുറവ്, സൗദി അറേബ്യക്കാണ്.
കോട്ടൺ ആർക്കാണ് ചിലവ് കുറവ്? ഇന്ത്യക്ക്. അപ്പം സൗദി അറേബ്യയിൽ നിന്ന് ചിലവ് കുറച്ച് ഓയിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക, ഇന്ത്യയിൽ നിന്ന് കോട്ടൺ ചിലവ് കുറച്ച് സൗദി അറേബ്യയിലേക്ക് എത്തിക്കുക. ഇങ്ങനെ ചെയ്യുക. ഇതാണ് തിയറി ഓഫ് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? എന്താ പറയുന്നത്? ഇവിടെ 2 രാജ്യങ്ങളുണ്ട്, എയും ബിയും. 2 ഉൽപ്പന്നങ്ങളുണ്ട്, എക്സും വൈയും. എ എന്ന രാജ്യത്ത് ഒരു തൊഴിലാളിക്ക് എക്സ് എന്ന 10 ഉൽപ്പന്നം, വൈ എന്ന 5 ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ. ഇവിടെ തൊഴിൽ വൈവിധ്യവും ചിലവ് കുറവും എക്സ് എന്ന ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാനാണ്. ബി എന്ന രാജ്യത്ത് ഒരു തൊഴിലാളിക്ക് വൈ എന്ന ഉൽപ്പന്നം 10, എക്സ് എന്ന ഉൽപ്പന്നം 5. ഓക്കെ. അപ്പോൾ അവിടെ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് ഉള്ളത് ആർക്കാണോ അത് എക്സ്പോർട്ട് ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും ചിലവ് കുറഞ്ഞ പ്രോഡക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോർട്ട് ചെയ്യുക. ഇതാണ് ഈ തിയറി പറയുന്നത്. ക്ലിയർ? ഓക്കെ. അപ്പം ഇത് ഈ ഒരു തിയറി ഓഫ് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് കാണുമ്പോഴൊക്കെ നമുക്ക് വളരെ ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന ഒരു തിയറിയാണ്. നിങ്ങളൊരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ ആ ടേബിൾ ഒന്ന് വരച്ച് നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്താൽ ഈ തിയറി വളരെ ഈസിയാണ്. ഓക്കെ. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് ഈ തിയറിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമുക്ക് MCQ ചോദ്യങ്ങൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പം ഇന്ന് പഠിപ്പിച്ച ഈ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന തിയറി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നമ്മളോട് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക. നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.